വെടിവെക്കുന്നത് നിർത്തി, പക്ഷേ കാഞ്ചിയിൽ നിന്ന് വിരലെടുത്തിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥ വരാൻ കാര്യം ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയാം. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പ്രശ്നമാണ്. നമ്മൾ പാകിസ്ഥാൻ്റെ നിരവധി പട്ടാള ബേസുകൾ ആക്രമിച്ചു. പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ റഡാറുകൾ നേരത്തെ തന്നെ നമ്മൾ നശിപ്പിച്ചിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ ചൈനീസ് എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ നേരെ ചൊവ്വേ പ്രവർത്തിച്ചില്ല എന്ന് സാരം. അത് ചൈനയ്ക്കും വലിയ ക്ഷീണമായി. നമ്മളുടെ ആയുധങ്ങൾ ആക്രമിക്കാനുള്ളതോ പ്രതിരോധിക്കാനുള്ളതോ എന്താണെങ്കിലും 100% പെർഫെക്റ്റായിട്ട് പ്രവർത്തിച്ചു. നല്ല കോർഡിനേഷനോടുകൂടി നമ്മളുടെ കരസേന, വ്യോമസേന, നാവികസേന 3 പേരും പ്രവർത്തിച്ചു. നാവികസേനയ്ക്ക് വാസ്തവത്തിൽ ചില ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഇതിൻ്റെയൊക്കെ ചില്ലറ സഹായം മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. നാവികസേനയുടെ യഥാർത്ഥ വീര്യം പുറത്തെടുക്കേണ്ടി വന്നേയില്ല. കരസേനയുടെയും വീര്യം പുറത്തെടുക്കേണ്ടി വന്നില്ല. വ്യോമസേനയാണ് കൂടുതലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ബാക്കി 2 പേരും സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നു. വിശദ വിവരങ്ങൾ നിങ്ങളെല്ലാവരും TV വഴി, പത്രം വഴിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാത്തത്. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേൽമേറ്റിൽ നിൽക്കാൻ കാരണം ഇത് സീസ് ഫയർ ഒന്നുമില്ല. ഭാരതം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞു. ഇതങ്ങനെ വെടിനിർത്തലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തൽക്കാലം അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അടിക്കില്ലേ ചേട്ടാ എന്ന് അവിടെ നിന്നൊരു റിക്വസ്റ്റും വന്നു. ശരി, എന്നാൽ അടി നിർത്തുമെന്ന് പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും സംസ്കാര സമ്പന്നമായ ഒരു രീതിയിലേ പോകാറുള്ളൂ. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ ആക്രമിച്ചു പോയപ്പോൾ അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ എന്ന് പറയും. അവർ ന്യൂക്ലിയർ ആയുധങ്ങൾ ഭൂമിക്കടിയിൽ ശേഖരിച്ച് വെച്ച ആയുധങ്ങളായിട്ടല്ല, ബോംബായിട്ടല്ല ശേഖരിച്ച് വയ്ക്കാറുള്ളത്. അതിൻ്റെ പലവിധ പാർട്സാണ്. അത് വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് അത് ബോംബാക്കി മാറ്റി അത് മിസൈലിൻ്റെ തുഞ്ചത്ത് ഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ് ആറ്റം ബോംബിൻ്റെ പരിപാടി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബിൻ്റെ പരിപാടി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. ഭൂമിക്കടിയിൽ ഇതിവർ സംഭരിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ ഈ സംഭരണശാലകൾ, ഭൂമിക്കടിയിലുള്ള ഇവരുടെ അറകളിലേക്ക് ഇറങ്ങാൻ ആയിട്ടുള്ള ഗുഹകൾ, തുരങ്കങ്ങൾ, ഇവിടെ ഈ തുരങ്കങ്ങളെല്ലാം നമ്മൾ ആക്രമിച്ചു. ആ ആക്രമണത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് ഭൂമിക്കടിയിൽ വെച്ച് യഥാർത്ഥ ആറ്റം ബോംബല്ല, എന്നാൽ അതിൻ്റെ ഘടകങ്ങൾ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇതിനൊക്കെ തെളിവെന്താ? തെളിവൊന്നുമില്ല. ഒരു തെളിവ് മാത്രം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ChatGPT, ഗ്രോക്ക് ഇതിലൊക്കെ ചോദിക്കുക, പാകിസ്ഥാനിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭൂമി കുലുക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട് എന്ന് ഉത്തരം കിട്ടും. അതിൻ്റെ റിക്ടർ സ്കെയിലിൽ 4.0, 4.1, 5.7 ഇങ്ങനെ കിട്ടും. എന്നാൽ ഇതൊന്നും ഇന്ത്യയിൽ അനുഭവപ്പെട്ടുമില്ല. യഥാർത്ഥ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞാൽ ഭൂമിക്കിടയിലെ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴുള്ള ഭൂമി കുലുക്കമാണ്. ഈ പ്ലേറ്റിന് ഇന്ത്യയെന്നോ പാകിസ്ഥാനോ ഒന്നുമില്ല. അതുകൊണ്ടാണ് സാധാരണ പാകിസ്ഥാനിൽ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിലാണെങ്കിലും നേപ്പാൾ വരെ അതിൻ്റെ കുടുക്കം അനുഭവപ്പെട്ടു, നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ഭൂചലനം പാകിസ്ഥാനിൽ മാത്രമായിരുന്നു. എന്തുകൊണ്ട്? ഇത് ഭൂമിക്കടിയിൽ നടന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, മൈനർ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഈ എക്സ്പ്ലോഷനിലൂടെ എന്ത് സംഭവിച്ചു? ന്യൂക്ലിയർ ആയുധം എന്നുള്ള ആയുധം പാകിസ്ഥാൻ്റെ കയ്യിൽ ഇനിയില്ല. ഇനി അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വർഷങ്ങളുടെ അധ്വാനം വേണ്ടി വരും അവർക്ക്. 1ഉം 2ഉം അല്ല, 10ഉം 40ഉം വർഷം ചിലപ്പോൾ വേണ്ടി വന്നു എന്ന് വരാം. അത് അവർക്ക് സംഭവിച്ച ഡാമേജ് പോലെ ഇരിക്കും. ആ ഡാമേജ് അസസ് ചെയ്യാനായിട്ട്, ആ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക അർജൻറ്റായിട്ട് ഇടപെടുകയും എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് 2 കൂട്ടരോടുമൊക്കെ പറഞ്ഞ് അത് ചെയ്ത് ട്രംപ് അതിനിടയ്ക്ക് പുള്ളിയുടെ ഈ വിവരക്കേടും കാണിച്ച് ചാടിക്കയറിയിട്ട് ഞാൻ പറഞ്ഞ് 2 കൂട്ടരും സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ട്
പിന്നെ അത് പോട്ടെ, മൂപ്പരുടെ ഒരു പ്രാന്ത് ഇടയ്ക്കിടയ്ക്കുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും അത് കാര്യമാക്കിയില്ല. വാസ്തവത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് ചെയ്തുകൂടാത്ത കാര്യമാണ് ട്രംപ് ചെയ്തത്. ഏതായാലും അതൊരു മേജർ കാര്യമായിട്ട് ആരും എടുത്തില്ല, ഭാഗ്യത്തിന്. അതങ്ങനെ അങ്ങ് പോയി. ഇനി അത് മോദി അത് ചെവിയിൽ നുള്ളി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് മോദിക്ക് അറിയാവുള്ളൂ കേട്ടോ. മോദിയുടെ സ്വഭാവത്തിന് പുള്ളി ഉടനെ അപ്പം തന്നെ മറുപടി കൊടുക്കുന്നൊരു സ്വഭാവക്കാരനല്ല. കാത്തു വെച്ചിട്ട് ഒരവസരം വന്നു കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു കീറുന്ന സ്വഭാവക്കാരനാണ് മോദി. എന്തുവായിക്കോട്ടെ, ആ വിഷയം നമുക്ക് വിടാം. ട്രംപ് പറഞ്ഞു, ആദ്യം പറഞ്ഞു, ചാടിക്കയറി പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. ഏതായാലും അങ്ങനൊരു സ്ഥിതി ഉണ്ടാവാൻ കാരണം ഈ ന്യൂക്ലിയർ പ്രശ്നമാണ്. മോദി ഇന്നത്തെ പ്രസംഗത്തിൽ വ്യക്തമായിട്ടത് പറയുകയും ചെയ്തു. ഈ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ ഇനി ഞങ്ങളുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് സുവ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല, നമ്മൾ മറ്റ് നടപടികളൊന്നും തന്നെ നിർത്തിവെച്ചിട്ടില്ല. നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തത് തന്നെയാണ്. എംബസിയിലെ ആൾക്കാരെ കുറച്ചത് തന്നെയാണ്. വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ 30 പേരെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് അതുങ്ങളെയും കൂടെ പറഞ്ഞുകൂടെ, അതിൻ്റെ കാര്യമൊന്നുമില്ലാന്നേ. പിന്നെ പേരിനിരിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. അതൊക്കെ സർക്കാരിന് അതിൻ്റെ തീരുമാനങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങളെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഈ ജാതി സംഗതികളൊക്കെ നമ്മൾ തുടരുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാന് അടി ഉറപ്പാണ്. അതിന്ന് പട്ടാളക്കാർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ പത്രസമ്മേളനം 2ാമത്തെ പത്രസമ്മേളനമായിരുന്നു. ഞാൻ ചരിത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. 62-ലെ യുദ്ധത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. 65-ലത് കുറച്ചുകൂടെ നല്ല ഓർമ്മയുണ്ട്. 71-ലെ നല്ല ക്ലിയർ ഓർമ്മയുണ്ട്. അന്നൊന്നും ഇങ്ങനെ പട്ടാളം പത്രസമ്മേളനം നടത്തുന്ന ഏർപ്പാടില്ല. പക്ഷേ ഇന്നിപ്പോൾ മോദി ഇത്രയും കാലം മിണ്ടാതിരുന്ന് ഇന്നാണ് 12-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് മോദി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് 2 പത്രസമ്മേളനങ്ങൾ പട്ടാളത്തിൻ്റെ കഴിഞ്ഞിരുന്നു. 2ാമത്തെ പത്രസമ്മേളനത്തിൽ രാംധാരി സിംഗ് ദിനകറിൻ്റെ കവിത, തുളസീദാസ് രാമായണം ഇതൊക്കെ എടുത്തിട്ടാണ് പട്ടാളക്കാർ പെരുമാറിയത്. അപ്പോഴാണ് എനിക്ക് പോലും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആ റേഞ്ച് ഉണ്ടല്ലോ, അവരുടെ നോളജിൻ്റെ റേഞ്ച്, ഏത് പ്രിൻസിപ്പിളാണ്, എവിടെ നിന്നാണ് അവരെടുക്കുന്നത്. രാംധാരി സിംഗ് ദിനകറിൻ്റെ കവിതയിലെ വരികൾ അവരെടുക്കുന്നു പ്രിൻസിപ്പിളായിട്ട്. തുളസീദാസ് രാമായണത്തിൽ ശ്രീരാമൻ്റെ പ്രവൃത്തികളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പറച്ചിൽ, അതെല്ലാം അവരെടുത്തിരിക്കുന്നു യുദ്ധത്തിൻ്റെ പ്രിൻസിപ്പിളായിട്ട്. അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് യുദ്ധത്തെ നിർണായകമായിട്ട് ഗതി തിരിച്ചുവിട്ട് ഭാരതത്തിൻ്റെ അഭിമാനം തല ഉയർത്തിപ്പിടിക്കാൻ പട്ടാളത്തിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, ഈ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളുടെ ഏകദേശം 80% ആത്മനിർഭറാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളുടെ പഴയ തോക്കുകൾ നമ്മൾ പരിഷ്കരിച്ചു, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു, അതിൽ AI കൊണ്ടുവന്നു, ഒക്കെ ചെയ്തു. AI അതൊന്നും ഭാരതത്തിനില്ല. ഞാനും കുറച്ചൊക്കെ വിശ്വസിച്ചിരുന്നു കേട്ടോ. ഞാൻ ചില വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിൽ പുറകിലാണെന്നൊക്കെ. പക്ഷേ അത്ര പുറകിലല്ല എന്ന് ഈ യുദ്ധത്തോടെ ഇന്ത്യൻ പട്ടാളം തെളിയിച്ചിരിക്കുന്നു. AI വിദ്യ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഇവർ ഈ കടന്നൽക്കും ഇളകി വരുന്നത് പോലെ ഡ്രോൺ അയച്ചിട്ട് ഓരോറ്റ എണ്ണം നിലം തൊടാതെ ആകാശത്ത് വെച്ച് പൊട്ടിച്ച് കളഞ്ഞത്. 1-2 എണ്ണം താഴെ വീണു. അതിപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോൾ 1-2 എണ്ണമൊക്കെ കയ്യിൽ നിന്ന് പോകുമല്ലോ. അങ്ങനെ പറ്റിയ പരിക്കുകളൊക്കെ ഉള്ളൂ. നമ്മുടെ കുറച്ച് സിവിലിയൻസ് പൗരന്മാരും മരിച്ചിട്ടുണ്ട്. അവരുടെ സിവിലിയന്മാരാരും മരിച്ചിട്ടില്ല. കാരണം അവരുടെ സിവിലിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല. പാകിസ്ഥാൻ ചെയ്തതുപോലെ ഗ്രാമങ്ങൾക്ക് നേർക്ക് വെടിവയ്ക്കാൻ ഇന്ത്യ തുനിഞ്ഞില്ല. ഇന്ത്യയുടെ ടാർഗറ്റുകൾ കറക്റ്റായിരുന്നു. ഒന്ന്, ഭീകരവാദികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, അത് തകർത്തു. പിന്നെ അവരുടെ റഡാർ സംവിധാനം തകർത്തു. 3ാമത് അവരുടെ മിലിറ്ററി ബേസ് തകർത്തു. മിലിറ്ററി ബേസ് എന്തിനാണ് തകർത്തത്? മിലിറ്ററിയാണ് ഈ തീവ്രവാദികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. തീവ്രവാദികൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശവമടക്കിന് പോയി നിന്നത് ആസിം മുനീർ അടക്കമുള്ള പട്ടാള മേധാവികളാണ്. അതുകൊണ്ട് മിലിറ്ററിയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഭാരതം ഇപ്പോഴും തീവ്രവാദികൾക്കെതിരെയാണ് ആക്രമണം. എന്തുകൊണ്ട് പാകിസ്ഥാൻ ആർമിയെ ആക്രമിച്ചു? അവർ തീവ്രവാദികളെ സഹായിച്ചു. അതുകൊണ്ട്. ഇല്ലെങ്കിൽ ആദ്യത്തെ ദിവസം പട്ടാളത്തെ തൊടാനേ പോയില്ലല്ലോ. തീവ്രവാദികളുടെ ക്യാമ്പുകൾ മാത്രമാണ് തകർത്ത് മുന്നേറിയത്. ക്യാമ്പെന്ന് പറഞ്ഞാൽ
വലിയ കോമ്പൗണ്ടാണ് അതൊക്കെ. ഇതൊക്കെയാണ് തീർത്തത്. എന്തുമായിക്കോട്ടെ, ഫൈനലി ഇതിപ്പോൾ വന്ന് നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ മസിൽ പിടപ്പിക്കാറുള്ള ആ സാധനം ഇല്ലാത്ത അവസ്ഥയാണ്. പാകിസ്ഥാൻ വാസ്തവത്തിൽ തുണിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. ആ അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ. സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നു. IMFൻ്റെ ലോൺ കൊടുത്തു എന്ന് പറയുന്നത് 1.2 ബില്യണോ മറ്റോ കൊടുത്തു. അത് വെച്ചിട്ട് അതും അവരെന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ ഒന്നിനുമല്ല അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അവർ തീവ്രവാദത്തിനും ഈ പിന്നെ അവരുടെ നശിച്ചു പോയ റൺവേ അത് ഇതൊക്കെ നന്നാക്കി എടുക്കണ്ടേ. ഇനി കോടിക്കണക്കിന് രൂപ മുടക്കിയാലേ ഇതൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ആയിട്ട് അവർ ഈ കാശ് ഉപയോഗിക്കും. പിന്നെയും നമ്മളുമായിട്ട് വഴക്കിന് വരും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുകൊണ്ടൊന്നും നന്നാവുന്ന ടീമല്ല അത്. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ ഈ വിരട്ടലിൽ, ഈ അടിയിൽ ഭയന്നു പോയ ആൾക്കാർ ഇനിയിപ്പോൾ കുഴപ്പത്തിനൊന്നും പോകണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു സമാധാനം കുറച്ചു കാലത്തേക്കെങ്കിലും ഉണ്ടാവും. ശാശ്വതമായ സമാധാനം പാകിസ്ഥാനുമായിട്ട് സാധ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അത്. കാരണം ഇതൊരു മുസ്ലിം അമുസ്ലിം പ്രശ്നമാണെന്നേ. അതിനെങ്ങനെ അറുതി ഉണ്ടാവും? ഇവരുള്ള സ്ഥലത്തെല്ലാം അവർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണ് ബംഗ്ലാദേശിൽ പ്രശ്നം, പാലസ്തീനിൽ പ്രശ്നം, ഒക്കെ പ്രശ്നം ഇതാണ്. അവരടങ്ങി മര്യാദക്കാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് സൗദി അറേബ്യ, UAE ഒക്കെ ജീവിച്ചു പോകുന്നത്. പക്ഷേ കുറേ പേർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവർക്ക് മറ്റ് മതക്കാരെ കൊല്ലണം, വെട്ടണം, തല്ലണം എന്നൊക്കെയുള്ള ഇതുമായിട്ട് അവർ നടക്കുന്നു. ഇതിനെങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകും? വലിയ പ്രയാസമാണ്. ഏതായാലും നല്ലൊരു പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ചു എന്ന് ഓരോ ഭാരതീയനും അഭിമാനിക്കാം. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നമ്മളുടെ സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചാൽ വിവരമറിയും, വലിയ വില കൊടുക്കേണ്ടി വരും. അത് മോദി തുറന്നു പറഞ്ഞു. ഭാരതം മൊത്തം മോദിക്കൊപ്പം അത് ഒരിക്കൽ കൂടെ ഉറക്കെ പറയുന്നു. താങ്ക് യു.